പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 5 ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് 6ാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തിൽ നമ്മൾ 5ാമത്തെ ഭാഗത്തിൻ്റെ കണ്ടിന്യൂവേഷൻ തുടർച്ചയാണ്. അവിടെ നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ജൂൾസ് ലോ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡിനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, equations to calculate heat produced in a current carrying conductor, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇത്രയുമാണ് നോക്കിയത്. ആ പ്രോബ്ലംസ് തീർന്നിരുന്നില്ല. 2 പ്രോബ്ലംസാണ് നമ്മൾ പാർട്ട് 5 ചെയ്തത്. ഇനിയും കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. അപ്പോൾ ഈ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ ഇക്വേഷൻസ്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് 3 ഉണ്ട്. അതൊന്ന് പരിചയപ്പെടാം. H is equal to I square RT, H is equal to V square T by R, H is equal to VIT. പിന്നെ ഓംസ് ലോ ഉണ്ട്. ആ ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം I is equal to V by R എന്നാണ്, അല്ലെങ്കിൽ V is equal to IR എന്നാണ്, അല്ലെങ്കിൽ R is equal to V by I ആണ്. ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കുകയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An electric iron designed to operate at 230 volt carries 3 ampere for half an hour. അപ്പോൾ ഇലക്ട്രിക് അയൺ ഇസ്തിരിപ്പെട്ടി ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് അറ്റ് 230 വോൾട്ട്, 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തക്ക വണ്ണം നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇസ്തിരിപ്പെട്ടി 3 ആംപിയർ കറണ്ട് അരമണിക്കൂർ നേരം 30 മിനിറ്റ് നേരം ക്യാരി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്, ഓൾസോ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ ഡേറ്റ എഴുതുകയാണെങ്കിൽ വർക്കിംഗ് വോൾട്ടേജ് V is equal to 230 വോൾട്ട്, കറണ്ട് ത്രൂ ദ ഡിവൈസ് 3 ആംപിയർ, ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് അത് ഹാഫ് അവർ ആണ്, അതായത് 30 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 30 × 60 സെക്കൻഡ്. അപ്പോൾ 30 × 60 സെക്കൻഡ് ഇപ്പോഴാണത് SI യൂണിറ്റിലോട്ട് മാറിയിരിക്കുന്നത്. ഇത് നമുക്ക് കണ്ടെത്തേണ്ടുന്ന കാര്യങ്ങൾ: എ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് VIT ആർ ഗിവൺ. സോ H is equal to VIT is the appropriate equation. So on substituting the values we get 230 into 3 into 30 into 60. So 230 into 3 into 30 into 60. നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതി അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 230 into 3 into 3 into 60. 3 into അല്ല, 30 into 60. 6 into 3 18, 18 into 3 54. So 54, here we have 2 zeros into 230. Now 54 into 23 354 ആണ്. അപ്പോൾ 350 150, 3 4 12, അപ്പോൾ 162. 254, 250, 2 4, അപ്പോൾ 100 8 108. 2 14 2 1. ഇത് നമ്മൾ മാറ്റിവെച്ച പൂജ്യങ്ങൾ, 3 പൂജ്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 12,42,000 ജൂൾ. 12,42,000 ജൂൾ. ഇതാണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. 12,42,000 ജൂൾ ഹീറ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്നാണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഡിവൈസ്? സോ ബി, R ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, R is equal to V by I. ഓംസ് ലോ അനുസരിച്ച് R is equal to V by I എന്നാണ്. അപ്പോൾ വിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 230 വോൾട്ട് എന്ന്, ഐയുടെ വാല്യൂ 3 ആണ്, 3 ആംപിയർ. അപ്പോൾ 230/3. ഈ 230/3 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 230 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിങ്ങനെയാണ്: 210 + 20 / 3. 210/3, 21 3, അതിൻ്റെ വാല്യൂ 7. അപ്പോൾ 70. 20/3 6.67, അപ്പോൾ 76.67 ഓംസ്. ഇതാണ് റെസിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
ഒരു ഇലക്ട്രിക് അയൺ ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടാണ്. 3 ആംപിയർ കറണ്ട് അത് ക്യാരി ചെയ്യുന്നു അരമണിക്കൂർ നേരത്തേക്കെങ്കിൽ എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ VIT. അപ്പോൾ ഹീറ്റിൻ്റെ ഫോർമുല നാച്ചുറലി VIT ആയിരിക്കും. ഇക്വേഷൻ നമുക്ക് കിട്ടി, VIT എന്ന്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. ഇനി റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ല. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഫോർമുല R is equal to V/I ആണ്. അപ്പോൾ വിയുടെ വാല്യൂ 230 വോൾട്ട്, ഐയുടെ വാല്യൂ 3 ആംപിയർ ആണ്. സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. If two resistors of 4 ohm and 2 ohm are connected in parallel to a 6 volt cell. അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 4 ഓമിൻ്റെയും 2 ഓമിൻ്റെയും. അവയെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു 6 വോൾട്ട് സെല്ലുമായിട്ട്. എങ്കിൽ കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ഇറ്റ്. ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മാത്രം പറയുമ്പോൾ ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ്. ഇഫ് കറണ്ട് ഫ്ലോസ് ഫോർ 1 മിനിറ്റ്, ഈ കറണ്ട് 1 മിനിറ്റ് നേരമാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഒരു റെസിസ്റ്ററുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുവെങ്കിൽ ജൂൾസ് ഇഫക്റ്റ് കാരണം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ ഹീറ്റ് ആ സർക്യൂട്ടിലുള്ള 2 റെസിസ്റ്റേഴ്സിലും കൂടെ എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മൊത്തത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. വട്ട് ഈസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 4 ഓം റെസിസ്റ്റർ ഉള്ളി. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 4 ഓം റെസിസ്റ്ററിലും 2 ഓം റെസിസ്റ്ററിലും കൂടെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 4 ഓം റെസിസ്റ്ററിൽ മാത്രമായിട്ട് എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം, ഒന്ന് വരച്ച് നോക്കാം. ഇപ്പം 4 ഓം 2 ഓം എന്നിങ്ങനെ റെസിസ്റ്റൻസ് വാല്യൂസ് ഉള്ള 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ 4 ഓമിൻ്റെ റെസിസ്റ്റർ, 2 ഓമിൻ്റെ റെസിസ്റ്റർ, 4 ഓംസ് 2 ഓംസ് ഇവയെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു സെല്ലുമായിട്ട്. ഈ സെല്ല് നൽകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ടാണ്. 6 വോൾട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പോസിറ്റീവ് ടെർമിനൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ പോയിന്റിലെത്തുന്നു, രണ്ടായിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്നു, 4 ഓംസിലൂടെയും 2 ഓംസിലൂടെയും ഫ്ലോ ചെയ്യുന്നു. അഗൈൻ അത് ഈ പോയിന്റിൽ എത്തുന്നു, കമ്പൈൻ ചെയ്യുന്നു, നെഗറ്റീവിലെത്തുന്നു, ഇലക്ട്രോലൈറ്റ് വഴി പോസിറ്റീവിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ ടോട്ടൽ കറണ്ട് ഇൻ ഇറ്റ് എന്നാണ്. അപ്പോൾ ഗിവൺ ഡേറ്റ എഴുതുകയാണെങ്കിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ R1 ഈക്വൽ ടു 4 ഓംസ്. രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ 2 ഓംസ്. അപ്പോൾ R2 ഈക്വൽ ടു 2 ഓംസ്. പിന്നെ ടോട്ടൽ വോൾട്ടേജ് 6 വോൾട്ട്. ഇത്രയാണ് ഗിവൺ ഡേറ്റ. ഇനി ഉള്ളത് 1 മിനിറ്റ് സമയത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഗിവൺ ഡേറ്റയാണ്. അപ്പോൾ സ്മോൾ t is equal to 1 മിനിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഗിവൺ ഡേറ്റ എന്നാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് കറണ്ട് I is equal to V/R. ഇവിടെ നമ്മുടെ ഈ സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കറണ്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് എന്നുള്ളത് ടോട്ടൽ കറണ്ട് ആണല്ലോ. ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 6 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ R എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസിനെ വരാവൂ. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും R എന്നുള്ളത് ആശയക്കുഴപ്പം വരാത്ത രീതിയിൽ RP എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണ് RP എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ഓമിൻ്റെയും 2 ഓമിൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമുല എന്താണ്? 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ്. അപ്പോൾ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് R1 ഈസ് 4. അപ്പോൾ 1/4 പ്ലസ് 1/2. അപ്പോൾ 1/4 പ്ലസ് 1/2 കാൽ പ്ലസ് അര, അത് മുക്കാലാണ്. അപ്പോൾ അത് 3/4 ആണ്. അപ്പോൾ 1/RP is equal to 3/4. So RP is equal to 4/3 ohms. 4/3 ohms, 1.33 ohms. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. I is equal to V 6 volt, 6 divided by 4/3. So 6 into 3/4 is equal to 6 into 3 18. 18/4 is equal to, dividing by 4, 18/4 means 2 into 2. 18/2 9.
89/2, 4.5. So the total current in the circuit is 4.5 ampere. 4.5 ampere. അപ്പോൾ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4/3 ഓംസ് ആണ്. അപ്പോൾ കറണ്ട് 4.5 ആംബെയർ എന്ന് കിട്ടി. ഇനി വേണ്ടത് ഈ കറണ്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ടോട്ടൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ H is equal to question mark. ഹീറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻസ് H is equal to I² RT ഉണ്ട്. H is equal to I² RT. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയുമോ? I ഉണ്ട്, സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ഉണ്ട്. R ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുണ്ട്. T ഉണ്ട്. അപ്പോൾ I² RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഏതാണ് I² RT? H is equal to I² RT എന്നുള്ള ഇക്വേഷനിൽ I ഏതാണ്, R ഏതാണ്, T ഏതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് I? ഈ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഹീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ I എന്നുള്ളത് H ടോട്ടൽ ഹീറ്റാണ്. അപ്പോൾ I എന്നുള്ളത് ടോട്ടൽ കറണ്ട്, അതായത് 4.5 ആംബെയർ. R എന്നുള്ളത് ഈ ഇക്വേഷൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ ടോട്ടൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ R എന്നുള്ളത് ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് RP എന്നാണ്. ടൈം 1 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ H is equal to V² T/R എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. H is equal to VIT എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് H is equal to V² T/R എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് is equal to V² T/R എന്ന ഇക്വേഷൻ മോഡിഫൈ എഴുതാം. V ടോട്ടൽ വോൾട്ടേജ് V എന്ന് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. T ടൈമാണ്, അത് T എന്ന് തന്നെയാണ്. R എന്നുള്ളത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഞാൻ RP എന്ന് റെപ്രസെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ H is equal to V² T/R. അതാണ് ബേസിക് ഇക്വേഷൻ. ഇവിടെ നമ്മൾ V² T/RP എന്ന് എഴുതും. ബിക്കോസ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ പാരലൽ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് RP എന്ന് എഴുതുന്നു. ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ 6 × 6 ഇൻറ്റു ടിയുടെ വാല്യൂ 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4/3 ആണ്. അപ്പോൾ ഇതൊന്ന് ലഘൂകരിച്ചെടുക്കാം. അപ്പോൾ 6 × 60 ഡിവൈഡഡ് ബൈ 4 × 3. ഇപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 തവണ പകുതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6/4, 6ൻ്റെ ആദ്യത്തെ പകുതി 3 ആണ്. വീണ്ടും പകുതി എടുക്കുമ്പോൾ 1.5 ആകുന്നു. അപ്പോൾ 1.5 × 6 × 6 36 × 3 വരുന്നുണ്ട്. ഇത് നോക്കുക. 3 × 36 336 ആണ്. 336 എന്ന് പറയുമ്പോൾ 3 40 120. അതിൽ നിന്ന് 3 4 കുറയ്ക്കുക, 12 കുറയ്ക്കുക. അപ്പോൾ 108 ആണ്. 108 ഇതിൻ്റെ വാല്യൂ 108 1080 എന്നാണ്. 336 പിന്നെ ഒരു 0 കൂടെ, അപ്പോൾ 1080 എന്ന് കിട്ടുന്നു. ഇനി ഇൻറ്റു 1.5 വേണം. 1.5 എന്ന് വെച്ചാൽ 1.5 എന്നാണ്. അപ്പോൾ 1080ൻ്റെ 1.5 മടങ്ങ്, അത് 1080, ഒരു 1080, അര 1080 എന്ന് പറയുമ്പോൾ 540 ആണ്. അപ്പോൾ 0 12 6 1. അപ്പോൾ 1620 ജൂളാണ് ഈ സർക്യൂട്ടിൽ 1 മിനിറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഹീറ്റ് നമുക്ക് കിട്ടി. ടോട്ടൽ ഹീറ്റ്. അപ്പോൾ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 ഇക്വേഷൻസ് ഉണ്ട്. 3 ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അനുയോജ്യമായ രീതിയിൽ ആ പാരാമീറ്റേഴ്സിനെ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ H is equal to V² T/R എന്നുള്ള ഇക്വേഷൻ്റെ ഇവിടുത്തെ രൂപം V² T/RP എന്നാണ്. എന്തുകൊണ്ട് RP എന്ന് ഉപയോഗിച്ചു എന്ന് മനസ്സിലായി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ കിടക്കുന്നു. വാട്ട് ഈസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 4 ohm റെസിസ്റ്റർ ഒള്ളി? ഇവിടെ ഈ 2 റെസിസ്റ്റേഴ്സിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റാണ് 1620 ജൂൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 ohm റെസിസ്റ്ററിൽ എത്ര ഹീറ്റായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. നോക്കാം.
ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല I²RT ഉണ്ട്, V²T/R ഉണ്ട്, VIT ഉണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. H is equal to V²T/R എന്നുള്ള ഇക്വേഷൻ തന്നെ 4 ohm റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 4 ohm റെസിസ്റ്റർ അത് H' എന്നിരിക്കട്ടെ. കാരണം H എന്നുള്ള സിമ്പിൾ നമ്മളിവിടെ ഉപയോഗിച്ചുവല്ലോ. അപ്പോൾ H' എന്നിരിക്കട്ടെ. ഇക്വേഷൻ ബേസിക്കലി എന്താണ്? V²T/R എന്ന് തന്നെയാണ്. 4 ohm റെസിസ്റ്ററിൽ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് R1ൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H is equal to V²T/Rൻ്റെ സ്ഥാനത്ത് R1 എന്നല്ലേ വരേണ്ടത്. അപ്പോൾ H is equal to V²T/R1. എന്തുകൊണ്ട് R1 എന്ന് എഴുതി? ഇവിടെ എന്തുകൊണ്ട് നമ്മൾ RP എന്ന് എഴുതി? അതേ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ R1 എന്ന് എഴുതി. ഇവിടെ ആകെ ആകെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റാണ് വേണ്ടത്. അപ്പോൾ ആകെ റെസിസ്റ്റൻസ് ഇവിടെ ഉപയോഗിക്കുന്നു. അവിടെയോ 4 ഓമിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ വിക്കും ടിക്കും ഒന്നും മാറ്റം വരേണ്ടതല്ലേ? മാറ്റം വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഈ 2 ഓമിന് എത്ര വോൾട്ടേജ് കിട്ടുന്നു അത് തന്നെയാണ് ഈ 4 ഓമിനും കിട്ടുന്നത്. പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് എത്ര സമയത്തേക്കാണ് കറണ്ട് കടത്തിവിടുന്നത്? 2ലൂടെയും T സമയത്തേക്ക് കറണ്ട് കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് VO T അവിടെ മാറുന്നില്ല, R ആണ് മാറുന്നത്. അപ്പോൾ V², 6 × 6 60 minutes by 4 is equal to 6/4 1.5 into 6 into 60. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. 6 × 6 6 × 6 36ആണ്. അപ്പോൾ 360 എന്ന് വരുന്നു. 360 × 1.5 1.5. അപ്പോൾ 1.5 360, ഒരു 360 അതിൻ്റെ പകുതിയും, അതായത് 360 180 540 ജൂളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ്. ഇവിടെ 4 ഓം റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് 540 ജൂളാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടെ ഒന്ന് നോക്കാം. അതിനുശേഷം ഒരു ചെറിയ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 4 ഓമും 2 ഓമും 6 വോൾട്ട് ബാറ്ററിയുമായിട്ടാണ്. കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ടിലെ മൊത്തം കറണ്ട് എത്ര എന്നുള്ളതാണ്. സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. നമ്മളത് 4.5 ആംപിയർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ സർക്യൂട്ടിൽ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ഇവിടെ എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക അത് കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ ഇക്വേഷൻ ഉപയോഗിച്ചത് മനസ്സിലാക്കിയെടുക്കണം. ഇനി 4 ഓം റെസിസ്റ്ററിൽ എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? അവിടെയും സെയിം ഇക്വേഷനാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇക്വേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഓരോ പാരാമീറ്ററും ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. അവിടെ എന്തുകൊണ്ട് R1 ഉപയോഗിച്ചു എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്നൊരു സംശയമാണ്, 4 ഓം റെസിസ്റ്റർ 2 ഓം റെസിസ്റ്റർ, ഇതിലിതാ ഈ 4 ഓം റെസിസ്റ്ററിൽ 540 ജൂൾ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൊത്തം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1620 ജൂളാണ്. അപ്പോൾ 1620 ജൂളിൽ 540 ജൂൾ പോയി കഴിഞ്ഞാൽ 1080 ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഈ 2 ഓമിലാണ്. 1080 ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ 2 ഓം റെസിസ്റ്ററിലാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ H is equal to I²RT എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് അവിടെ ഹീറ്റ് കുറയേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരാം. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ റെസിസ്റ്റൻസ് കുറയുന്നു, ശരിയാണ്. പക്ഷേ അതിനാനുപാതികമായി ഇതുവഴി ഒഴുകുന്ന കറണ്ടിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. കറണ്ട് കൂടും. ഈ റെസിസ്റ്റർ 4 ഓം റെസിസ്റ്ററിൽ എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വേഷൻസ് വെച്ചിട്ട് എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്യുക ആ കറണ്ടിൻ്റെ ഇരട്ടി കറണ്ടായിരിക്കും ഇതുവഴി ഒഴുകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും I²RT ആണ് ഹീറ്റ് പ്രൊഡ്യൂസിനെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ തന്നെയും ഇവിടെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഓർമ്മിക്കേണ്ടുന്ന വസ്തുത, റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് കുറയും എന്നുള്ളതാണ്.
പക്ഷേ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ചില കണ്ടീഷൻസിൽ എന്ത് സംഭവിക്കാം? കറണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ കറണ്ട് കൂടാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ആ കറണ്ട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കുറയുന്നതിന് പകരം അത് കൂടുകയാണ് ചെയ്യുക. നമ്മൾ 2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ വേറൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. 2 resistors 12 ohm and 4 ohm are connected in series. 12 ഓമിൻ്റെയും 4 ഓമിൻ്റെയും 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ടു എ 12 വോൾട്ട് സപ്ലൈ. 12 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ബാറ്ററിയുമായിട്ട് അല്ലെങ്കിൽ സെല്ലുമായിട്ട്, സെൽസിൻ്റെ കളക്ഷനുമായിട്ട് ഈ 2 റെസിസ്റ്റേഴ്സിന് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് കറണ്ട് ഫ്ലോസ് ഫോർ 1 minute. 1 മിനിറ്റ് സമയത്തേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 4 ohm റെസിസ്റ്റർ. ഈ 4 ohm റെസിസ്റ്ററിൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ R1 is equal to 12 ohm. രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ R2 is equal to 4 ohm. പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് 12 വോൾട്ടാണ്, 12 വോൾട്ടാണ്. ഇനി ടൈം തന്നിട്ടുണ്ട് T is equal to 60 സെക്കൻഡ്സ്. 1 മിനിറ്റ് അതായത് 60 സെക്കൻഡ്സ്. ഒന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ ടോട്ടൽ കറണ്ട് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് എന്ന്. ആകെ കറണ്ട് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തതുപോലെ ഈ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ R1 R2 ഈ 2 റെസിസ്റ്റേഴ്സ് 12 ഓമിൻ്റെയും 4 ഓമിൻ്റെയും റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു സെല്ലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സെല്ല് നൽകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ടാണ്. അപ്പോൾ I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും ഈ ഡയറക്ഷനിൽ. 12 ഓമിലൂടെയും 4 ഓമിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം തന്നെ ആയിരിക്കും. ആ കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ I ഈക്വൽ ടു I is equal to V/R. ഇതാണ് ഓം നിയമം അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമ്മുടെ സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസുകൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസ് R എന്നത് ശരിക്കും എഴുതേണ്ടത് V is equal to RS എന്നാണ്. I is equal to V/RS എന്നാണ് എഴുതേണ്ടത്. കാരണം സീരീസ് കോമ്പിനേഷനാണ് അവിടെ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ എന്ന അർത്ഥത്തിൽ I equal to V/RS. അപ്പോൾ RS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സീരീസ് കോമ്പിനേഷനിലുള്ള റെസിസ്റ്റേഴ്സിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം RS ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ്. അതായത് 12 4 16 ഓം. 16 ഓമാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്നത്. അപ്പോൾ കറണ്ട് I ഈക്വൽ ടു V/R. V 12 വോൾട്ടാണ്, റെസിസ്റ്റൻസ് 16 ഓമാണ്. അപ്പോൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എങ്കിൽ 3/4 അല്ലെങ്കിൽ 0.75 ആംപിയർ എന്നാണ് ടോട്ടൽ കറണ്ട് കിട്ടുക. ഇനി രണ്ടാമത്തെ ചോദ്യം B. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ആകെ ഹീറ്റ് കണ്ടുപിടിക്കുക. 3 ഇക്വേഷൻസ് ഉണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാനായിട്ട്. H is equal to I²RT എന്നുള്ള ഇക്വേഷൻ, V² T/R എന്നുള്ള ഇക്വേഷൻ, VIT എന്നുള്ള ഇക്വേഷൻ. ഇവിടെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ഇക്വേഷനകത്ത് വരുന്ന ഫാക്ടേഴ്സ് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ H is equal to I²RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നതിലൂടെ H is equal to I²RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ I എന്നുള്ളത് 0.75 ആംപിയർ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ടോട്ടൽ കറണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പോൾ RS. അപ്പോൾ I²RS T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഐയുടെ വാല്യൂ 3/4. അപ്പോൾ 3/4 സ്ക്വയർ. അപ്പോൾ 3/4 ഇൻറ്റു 3/4 ഇൻറ്റു what is the value of RS? RS is 16. അപ്പോൾ 16 ഇൻറ്റു 1 minute, that is 60, is equal to 4 into 4 16 and 16 divided by 16 is cancels each other. So we get 3 into 3 9, 9 into 6, 9 into 60. So 540 joule. 540 ജൂൾ ഹീറ്റാണ് ഈ സർക്യൂട്ടിൽ 1 മിനിറ്റ് കൊണ്ട് മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ഓം റെസിസ്റ്ററിൽ മാത്രം എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് നമുക്ക് നോക്കാം.
ഇക്വേഷൻ H കണ്ടുപിടിക്കുക എന്നുള്ളത് 4 ഓം റെസിസ്റ്ററിലെ ഹീറ്റ് അതിനെ നമ്മൾ H എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിയല്ല, കാരണം H നമ്മളിവിടെ ഉപയോഗിച്ചു ടോട്ടൽ ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് H ഡാഷ് എന്നിരിക്കട്ടെ. ഇക്വേഷൻ H ഡാഷ് ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT എന്നെഴുതിയാൽ I എന്നത് ആ 4 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അത് സർക്യൂട്ടിലെ മൊത്തം കറണ്ട് തന്നെയാണ്. അപ്പോൾ I എന്നെഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഈ റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ R എന്നുള്ളത് ആ റെസിസ്റ്റൻസ് വാല്യൂ R2 എന്നായിരിക്കണം. T ഓക്കെ, എത്ര സമയത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? 1 മിനിറ്റ് നേരത്തേക്ക് തന്നെയാണ്. അപ്പോൾ T മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഐയുടെ വാല്യൂ 3/4 ഇൻറ്റു 3/4 ഇൻറ്റു R2വിൻ്റെ വാല്യൂ 4 എന്നാണ് ഇൻറ്റു 60 is equal to 4 and 4 get cancelled. ഇങ്ങോട്ട് മാറ്റി എഴുതാം. 3/4 ഇൻറ്റു 3/4 ഇൻറ്റു 4 ഇൻറ്റു 60. 4 and 4 get cancelled. And then 4, 60, 15. അപ്പോൾ 9 ഇൻറ്റു 15. 9 ഇൻറ്റു 15. 9 to 15 means 9, 15. 15 തവണ 9 എടുക്കണം. അതായത് 10 തവണ 15 തവണ 9 എടുക്കുക, അല്ലെങ്കിൽ 9 തവണ 15 എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15 9 എന്ന് പറയുമ്പോൾ 10 9 90, 5 9 45, 135. 135 ജൂൾ. അപ്പോൾ ഇത്രയും ഹീറ്റാണ് 4 ഓമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മിച്ചമുള്ള ഹീറ്റ് 540 മൈനസ് 135 ജൂൾ ഹീറ്റാണ് 12 ഓമിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഒരു കൂടെ നോക്കുന്നു. 12 ഓമിൻ്റെയും 4 ഓമിൻ്റെയും 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 12 വോൾട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ ആ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് ഇക്വേഷൻ I is equal to V/R ആണെന്ന് മനസ്സിലാക്കി. ഇവിടെ RS കൊണ്ട് റീപ്ലേസ് ചെയ്തു, കാരണം സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട്. അപ്പോൾ RS കാൽക്കുലേറ്റ് ചെയ്തു, I കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഹീറ്റ്, ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ I സ്ക്വയർ RT എന്നുള്ള ഇക്വേഷനോ, H is equal to V8 എന്നുള്ള ഇക്വേഷനോ, H is equal to V square T/R എന്നുള്ള ഇക്വേഷൻ, V square T/R എന്നുള്ള ഇക്വേഷനോ ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ RS എന്നവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും, കാരണം ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് വരേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുന്നു. തുടർന്ന് 4 ഓമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചു. പക്ഷേ അവിടെ R എന്നത് R2 എന്ന് റീപ്ലേസ് ചെയ്ത്. എന്തിനെ? 4 ഓമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിലൂടെയുള്ള കറണ്ട്, സർക്യൂട്ടിലെ മൊത്തം കറണ്ട് തന്നെയാണ്. 4 ഓമിൻ്റെ റെസിസ്റ്റൻസ് അത് R2 ആണ്. T അത് മുഴുവൻ സമയമാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 5-ൽ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ പാർട്ട് 6-ലെ ന്യൂമറിക്കൽസ് മാത്രമാണ് ചെയ്തത്. ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട്, പ്രാഥമികമായിട്ട് വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത കുറച്ച് ന്യൂമറിക്കൽസ് കൊണ്ട് നമ്മൾ ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലോട്ട് കയറി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വെർഷൻസ് വേറെ ഉണ്ട്. അത് ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പാർട്ടിൽ, പാർട്ട് 7-ൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഈ ടോപ്പിക്സ് പാർട്ട് 5, പാർട്ട് 6 നന്നായിട്ട് മനസ്സിലാക്കുക. പാർട്ട് 6 പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ സൂം ആപ്ലിക്കേഷൻ വഴി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ക്ലിയർ ചെയ്യുക. നന്ദി.